ഈ അപകടം നടന്ന കൊടും വളവാണ്. കൊടും വളവിൽ തന്നെ നമുക്ക് നല്ല വീതിയാണുള്ളത്. ഒരേപോലെ ഒരു 4-5 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ വലിയ വീതിയുള്ളൊരു ഭാഗമാണ്. പക്ഷേ അവിടെ കൃത്യമായി മീഡിയൻ ഇല്ല. അതുകൊണ്ട് തന്നെ ആ മീഡിയൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഭാഗത്തേക്ക് വീശിയെടുക്കുമ്പോൾ വാഹനങ്ങൾ മറ്റ് എതിർദിശയിൽ വരുന്ന വാഹനങ്ങളെ തട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഇവിടെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാരണം വ്യക്തമാണ്. നേരത്തെ ഈ അപകട കാരണം സംബന്ധിച്ച് ദൃക്സാക്ഷികൾ അടക്കം പറഞ്ഞിരുന്നു. മറ്റൊരു ലോറിയുമായി തട്ടിയതാണ് ഈ അപകടത്തിന് കാരണമെന്നത്. അത് കൃത്യമായി നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്തു. ആ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ലോറിയുടെ പിൻഭാഗത്ത് ആ ബോഡി പൊളിഞ്ഞിരിക്കുകയാണ്. അതായത് ആ ഭാഗമാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട സിമന്റ് കയറ്റിക്കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവർ ക്യാബിനിൽ തട്ടുകയും ഡ്രൈവറുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം തെറ്റിപ്പോവുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പോലീസിന്റെ ശാസ്ത്രീയ പരിശോധനയാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വാഹനങ്ങളിലും പോലീസിന്റെ ഫോറൻസിക് വിഭാഗം എത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ നടക്കട്ടെ. എന്തായാലും ഇക്കാര്യത്തിൽ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം എന്നുള്ളതൊരു ഗൗരവമുള്ള വിഷയമാണ്. അത് മാറ്റാനുള്ള പരിശ്രമം വരുന്ന കാലത്തെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം. നമ്മൾ അപകട സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ലോറിയും അവിടെ തന്നെയുണ്ട്. അവിടെ ഇപ്പോൾ പരിശോധനകൾ, ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ തെളിവുകൾ ശേഖരിക്കുകയാണ്. പല കാരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതിൽ ഏതാണ് ആ 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിന് കാരണമായതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇന്ന് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിൽ ഇന്നലെ ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് പോലീസ് അവിടേക്ക് തടിച്ചുകൂടി എത്തിയ പ്രദേശവാസികളെയൊക്കെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്നൊരു ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവസാന ദിവസമാണ് അവർ നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലെയാണ് ഇന്നലെ അവർ സംസാരിച്ചത്. ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. ഇനി അവരുടെ ഒരു പ്രിയപ്പെട്ടവനെ കൂടി നഷ്ടപ്പെടുത്താൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് ഇന്ന് ചേരുന്ന ഒരു യോഗത്തിൽ ഇതിലൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്ന് ഇന്നലെ അവർ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ടായിരുന്നു. ഇന്ന് 2 മണിക്കാണ് പാലക്കാട് കളക്ടറേറ്റിൽ യോഗം ചേരുന്നത്. തീർച്ചയായും എല്ലാ കാരണങ്ങളും സമഗ്രമായി വിലയിരുത്തപ്പെടട്ടെ, പരിശോധിക്കപ്പെടട്ടെ, തെറ്റ് തിരുത്തപ്പെടട്ടെ എന്ന് മാത്രമേ ഈ അപകടത്തിന്റെ എല്ലാ ദാരുണ ദൃശ്യങ്ങളും ഏറ്റുവാങ്ങിയ മണിക്കൂറിൽ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ.